കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. തീരുപാദം
സൗഖ്യം തരണമേ, സൗഖ്യം എല്ലാവരും ശ്രമിക്കുന്നതാണ്. സൗഖ്യം ഈശോ ആണ്, ഈശോ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് എല്ലാവരും എല്ലായിടത്തും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിന് ചിലർ ചോദിക്കുന്നത് ഇങ്ങനെ ഡിമാൻഡ്സൊക്കെ വെച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ, അങ്ങനെ ചോദിക്കും. കുറേ ജീവിതത്തിൻ്റെ അകത്ത് കുറേ ഡിമാൻഡ്സ്, ഇൻറ്റൻഷൻസ്, നിയോഗങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ. ചിലർ ചോദിക്കുന്നത് മാതാവിൻ്റെ പ്രാർത്ഥനാ രീതിയാണെങ്കിൽ നമ്മളത് ഞങ്ങളുടെ നാട്ടിലും മാതാവുണ്ടല്ലോ, പിന്നെ ആലപ്പുഴ പോയി പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥന നടത്തേണ്ട കാര്യമുണ്ടോ. അതൊക്കെ മനുഷ്യൻ സ്വാഭാവികമായിട്ട് ആദ്യം ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. അങ്ങനെ ചോദിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ ഉടമ്പടിക്ക് എനിക്ക് കിട്ടിയ നോട്ട് ഉടമ്പടി ഉടനടി പരിഹാരമെന്ന 2016 ഉടമ്പടിയെക്കുറിച്ച് അമ്മ ആദ്യം ഇത് ജനങ്ങളിലേക്ക് പോകുമ്പോൾ എന്നോട് പറഞ്ഞത്, ജനങ്ങളോട് ഈ ഒരു അനുഭവത്തെക്കുറിച്ച് പറയണം. ഉടമ്പടി ഉടനടി പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉടനടി പരിഹാരം എന്ന് പറയുമ്പോൾ ആ വിഷയം സമയത്തെയാണ് ഇതിൻ്റെ അകത്ത് അഡ്രസ്സ് ചെയ്യണതെന്ന്. അതാണ് സ്പീഡ് ആക്കണത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. അതാണ് ഇതിൻ്റെ ഈ ഉടമ്പടിയുടെ ബേസിക് പ്രിൻസിപ്പിൾ. അതാണ്. അതെന്താണ്? അത് പഴയ നിയമവും പുതിയ നിയമവും കൺകർ ചെയ്യുന്ന ഒരു ഫോർമുലയാണ്. പുതിയ ആൾക്കാരൊക്കെ അത് കേൾക്കണം. പണ്ടൊക്കെ ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ടേക്ക് ദ ബ്ലഡ് ഓഫ് ഗോഡ്, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എഫേസോസ് 2:8 ഏറ്റു പറഞ്ഞു. എഫേസ്യൂസ് 2:8. ഈ എഫേസ്യൂസ് എന്ന് പറയുമ്പോൾ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനമാണ്. എഫേസ്യൂസ് സഭയ്ക്ക് എഴുതിയ ലേഖനം, 2-ാം അധ്യായം 8-ാം വാക്യം. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അതായത് ആർജിതമല്ല, അനുഗ്രഹമാണെന്ന് പറയത്തില്ലേ. അപ്പം നമ്മളുടെ ഈ ലോകത്തുള്ള എല്ലാ വിഷയങ്ങൾക്കും രണ്ടായിട്ട് തിരിക്കും നമ്മൾ. എന്താണ് ആർജിതം എന്ന് വെച്ചാൽ ആർജിതം നമ്മൾ നേടിയെടുത്തത്, പിന്നെ അനുഗ്രഹപ്രകാരം ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ വിഷയം. ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റത്തില്ല. അപ്പം നേടിയെടുക്കാൻ പറ്റാതെ വരുമ്പോൾ പിന്നെയുള്ള മാർഗം എന്താണ്?
പ്രാർത്ഥനയല്ല, പ്രഖ്യാപനമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ആ പ്രഖ്യാപനം തന്നെ. ഇപ്പം പ്രാർത്ഥന, പ്രഖ്യാപനം, പ്രയോഗം. വിശ്വാസം നമുക്ക് ദൈവത്തിനിത് സാധ്യമാണെന്ന് പറയുമ്പോഴും നമ്മുടെ കയ്യിൽ നിന്നൊരു വിഷയം പോയി, രോഗിയായി, സുഖപ്പെടണില്ല, സാമ്പത്തികമായി കടമായി, ജപ്തിയായി, ജീവിതം കയ്യിൽ നിന്ന് പോയി. ജീവിതം കയ്യിൽ നിന്ന് പോയാൽ പിന്നെ എന്താ ചെയ്യണത്? അഡീഷണൽ സ്ട്രെങ്ത് ആണ് ഒരു വ്യക്തിക്ക് വേണ്ടത്. അതിന് അഡീഷണൽ സ്ട്രെങ്ത്, ജീവിതം തിരിച്ചു പിടിക്കാനുള്ള അഡീഷണൽ സ്ട്രെങ്ത്. ജീവിതം കയ്യിൽ നിന്ന് പോയാൽ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള എക്സ്ട്രാ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ റോമ 10:9 എന്താണ്? യേശു കർത്താവാണ്. ഏറ്റു പറഞ്ഞേ, യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഇപ്പൊ രക്ഷ നമ്മുടെ ജീവിതം കയ്യിൽ നിന്ന് പോയെന്ന് കാണുമ്പോൾ പിന്നെ രക്ഷപ്പെടാനുള്ള മാർഗം എന്താ? റോമ 10:9. റോമ 10:9 ഫോർമുല എന്താണ്? 1, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. പിന്നെ എന്താ പറഞ്ഞേ? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. അപ്പൊ നമ്മൾ ഏറ്റു പറയേണ്ടത് എന്താ? യേശു കർത്താവാണെന്ന്. ജീവിത പ്രശ്നം വരുമ്പോൾ ആരാണ് കർത്താവായിരിക്കണത്? രോഗം കലശലായി കഴിഞ്ഞാൽ ആരാണ് കർത്താവാകണത്? രോഗാണുക്കളായിരിക്കും, ബാക്ടീരിയ, വൈറസ് ഒക്കെ അല്ലേ? ഇതുപോലെ സാമ്പത്തികം തകർന്നു കഴിഞ്ഞാലും ഇതുപോലെ തന്നെ വരും. വേറെ നമ്മുടെ കർത്തൃത്വം വേറെ ആൾക്കാർ, വേറെ പവേഴ്സ് ഏറ്റെടുക്കും. ഇനി ഈ നെഗറ്റീവ് പവേഴ്സിനെ ഡീത്രോൺ ചെയ്യാനുള്ള ഒരു ഫോർമുലയാണ് എന്താണ്? ഈ നെഗറ്റീവ് പവേഴ്സിന് മേൽ പവർ കൊടുത്തിരിക്കുന്നതാണ് ക്രിസ്തു. അതാണ് ബൈബിൾ പറയണത്, ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. വായിച്ചേ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 Corinthians 15:27. 1 Corinthians 15:27. ദൈവം സമസ്തവും അധീനമാക്കി തന്റെ പാദത്തിൻ കീഴാക്കിയിരിക്കുന്നു. അപ്പൊ യേശു എങ്ങനെയാണ് കർത്താവായെന്നാണ് 1 Corinthians 15:26 പറയണത്. എങ്ങനെയാണ്? ദൈവം സമസ്തവും, നമ്മുടെ രോഗവും ക്ഷീണവും കടങ്ങളും വഴക്കും എല്ലാ തരത്തിലും നെഗറ്റീവ് പവേഴ്സും, കുടുംബത്തിനും മന്ത്രവാദം, എല്ലാ സംഭവവും ദൈവം സമസ്തവും പറഞ്ഞ് അവന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു. അപ്പോഴേ ക്രിസ്തു കർത്താവാകണത് അങ്ങനെയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യണത്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് നമ്മൾ ഏറ്റുപറയുകയാണ്. അപ്പം യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും അതർ ഗോഡ്സിനെ ഡിസ്പെൽ ചെയ്യണതാണ് പിന്നീട് ഒരു ഓപ്ഷൻ ഉള്ളത്. അതർ ഗോഡ്സിനെ നമ്മൾ ഡിസ്പെൽ, അതർ ഗോഡ്സ് എന്ന് പറഞ്ഞാൽ വേറെ ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ഇവിടെ ഹിന്ദുക്കൾ ഇരിപ്പുണ്ട്, മറ്റു തരത്തിലുള്ള പല ആൾക്കാർ ഇരിപ്പുണ്ട്. ഞാൻ ആ മതപരമായിട്ട് വേറെ ദൈവമെന്ന് പറയുകയല്ല. ഞാനിവിടെ അതർ ഗോഡ്സ് എന്ന് പറയുമ്പോൾ മനുഷ്യൻ ദൈവത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന പൊന്ന്, അതുപോലെ തന്നെ പണം, ചിലരുമായിട്ടുള്ള ബന്ധങ്ങൾ, ചില വ്യക്തികൾ. ഇത് നമ്മൾ എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള വ്യക്തികൾക്ക്, ആത്മീയ കാര്യങ്ങൾക്ക് ബൈബിളല്ലാതെ വേറെ വ്യക്തികൾ നമ്മളെ ഉപദേശിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. എന്താ കാര്യം? അവർ അതർ ഗോഡ്സിൽപ്പെട്ട ആളാണ്, വേറെ ദൈവമാണ്.
കാരണം ദൈവത്തിനെ ഡീത്രോൺ ചെയ്തിട്ട് ഇവർ ദൈവമല്ലാത്തതിനെ ദൈവമായിട്ട് വെച്ചുകൊണ്ട് ആണ് നിങ്ങളെ അതിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നിങ്ങൾക്ക് വേണം. അപ്പോൾ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ യേശുവിൻ്റെ സ്ഥാനത്ത് പ്രാധാന്യം വരുന്ന പല വ്യക്തികളെയും സംഭവങ്ങളെയും പ്രസ്ഥാനങ്ങളെയും ഗുഡ് ബൈ പറയണം. അതാണ് വിഷയം. അതൊരു വേർപാട് ജീവിതമാണ്. ഈ യേശുവിനെ സ്വീകരിക്കുന്നതിന് നല്ല വേർപാട് വേണ്ടി വരും. യേശുവിനെ സ്വീകരിക്കുന്ന അല്ലാതെ അതുകൊണ്ട് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല. അതാണ് വിഷയം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 6:24. മത്തായി 6:24. രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അപ്പോൾ ഇതേ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രോബ്ലം വരണത്, ദൈവത്തെ സേവിച്ചാൽ മാമോന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ മാമോനെന്ന് പറയുന്ന ഇതര ദൈവം, അതായത് ആ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വരുന്ന ഫേക്ക് ഗോഡ്, പൊയ് ദൈവം, അത് പവറാകാം, ചില വ്യക്തികളാകാം, ചില നിരീശ്വര സങ്കല്പമുള്ള ആൾക്കാരാകാം. ഇപ്പം നിൻ്റെ ഭർത്താവ് കുമ്പസാരിക്കണില്ല, അയാളൊരു ഫേക്ക് ഗോഡാണ്. ശരിക്കും പറഞ്ഞാൽ അയാൾ എന്തുകൊണ്ട് കുമ്പസാരിക്കണില്ല? പിന്നെ ആത്മീയ കാര്യങ്ങൾ അയാൾ പറയുന്നത് നിങ്ങൾക്ക് സ്വീകാര്യമല്ല. ശരിക്കും പറഞ്ഞു നിൻ്റെ ഭർത്താവ് നീ പറഞ്ഞിട്ട് കുമ്പസാരിക്കണില്ല. ഇനി നിൻ്റെ ഭർത്താവിനോട് കുമ്പസാരിക്കണമെന്ന് പറയാനുള്ള ധൈര്യം നിനക്കില്ല. അപ്പോൾ ആരാണ് നീ സേവിക്കണത്? അവിടെയാണ് വിഷയം വന്നത്. നിൻ്റെ ഭർത്താവിനോട് കുമ്പസാരിക്കും മനുഷ്യ എന്ന് പറയാനുള്ള ഗട്ട്സ് നിനക്കില്ല. അപ്പം നീ അയാളുടെ തിന്മകളെ നീ അറിയാതെ അംഗീകരിക്കുന്നു. ഇനി അയാളെ കുമ്പസാരിച്ചാലും കുഴപ്പമില്ല, നിനക്ക് പുലിവാൽ ഉണ്ടാക്കാതിരുന്നാൽ മതിയെന്നുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നീ പോണത്. മനസ്സിലായില്ലേ? അയാളെ കുമ്പസാരിച്ചാലും കുഴപ്പമില്ല, വീട്ടിൽ കുഴപ്പം ഉണ്ടാക്കാതിരുന്നാൽ മതി, ആ ഒരു ധാരണയിലാണ്. നിലപാടെന്താണ്? ഈശോയുടെ നാമത്തെ പറഞ്ഞ് വീട്ടിൽ ഇത്തിരി കുഴപ്പമുണ്ടായാലും കുഴപ്പമില്ല, ക്രിസ്തുവിന് വേണ്ടി ഒരു നിലപാടെടുക്കാൻ നിനക്ക് കഴിയണം. അതാണ് വിഷയം വരണത്. ഇതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല എന്ന് പറയുന്ന നിലപാടിൽ നിന്നാണ്. ദൈവത്തെയും ദൈവമല്ലാത്തതിനെയും ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു കർത്താവാണ്, യേശു ദൈവമാണ്, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണ്, യേശു ദൈവമാണ്, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകനാ, കർത്താവേ നാഥനേ. യേശുവേ രക്ഷകനാ, കർത്താവേ നാഥനേ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ
കൃപാസനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളിലും പേശികളിലും ഞാടിഞ്ഞരമ്പുകളിലും അസ്ഥിക്കുഴകളിലും ആന്തരിക അവയവങ്ങളിലും ത്വക്ക് രോഗങ്ങളിലും ഉദര രോഗങ്ങളിലും തൈറോയ്ഡ് രോഗങ്ങളിലും ടോൺസിൽ രോഗങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തം പതിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ മാരക രോഗങ്ങൾ തീരാവേദികൾ ജീവദുരിതങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അങ്ങയുടെ മക്കൾ തീർത്ഥാടനത്തിലും ഓൺലൈനിലും ഈ ആഴ്ചയെ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും എല്ലാ കണ്ണുനീരിൻ്റെ മേലും എല്ലാ ജീവിത ദുരിതങ്ങളുടെ മേലും തടസ്സങ്ങളുടെ മേലും കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കട്ടെ. മാർഗ തടസ്സങ്ങൾ ജീവിത ദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ. എന്നിൽ നിറയണമേ നമഃ സൗഖ്യം നൽകണമേ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ആശീർവാദ സമയത്ത് മൗനമായി പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുക. ശിരസ്സ് നമിച്ച് ദിവികാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരിശുദ്ധ